بعد ആദരണീയരായ സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ, ഉമ്മമാർ, ഈ സ്ഥാപനത്തിൻ്റെ മുമ്പ് ഇവിടെ പഠിച്ചു ബിരുദം വാങ്ങിപ്പോയ മറ്റും പൂർവ്വ വിദ്യാർത്ഥിനികൾ, ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ, ഇവിടെ സംസാരിക്കുന്നത്, ഇവിടെ ചെലവഴിക്കുന്ന സമയം എല്ലാം ആഖിറത്തിൽ കണ്ണുകുളിർക്കെ ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ. മഹത്തായ ഈ സ്ഥാപനം വനിതകളെ ലക്ഷ്യം വെച്ചു മഹാനായ താജുൽ ഉലമയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ഈ സ്ഥാപനം മനുഷ്യ ജീവിതത്തിൽ അല്ലാഹു മനുഷ്യരെ രണ്ട് വിഭാഗമായി, ആണുങ്ങളും പെണ്ണുങ്ങളുമായി അല്ലാഹു പഠിച്ചു. ഈ രണ്ട് വിഭാഗവും ചേർന്നാണ് മനുഷ്യൻ കുടുംബ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്, കുടുംബം വളർന്നുകൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ സന്തതികൾ ലോകത്ത് നിലനിർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടി മനുഷ്യൻ വന്നതല്ല. മനുഷ്യർക്ക് മാത്രം പ്രത്യേകമായ നിയമങ്ങള്, ജീവിത പദ്ധതി രൂപങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അല്ലാഹു ഇത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മറ്റു ജീവികൾക്കെല്ലാം അതെന്തുകൊണ്ടില്ല എന്ന് ഇപ്പൊ തൽക്കാലം ആ വിഷയം പറയുന്നില്ല, അതിനുള്ള സമയമല്ല. നായക്കും പട്ടിക്കും പശുവിനുമുള്ള സ്ഥാനമല്ല മനുഷ്യൻ്റെത്. അവർക്കൊന്നും ബുദ്ധിയില്ല. ഒരു പള്ളിയിൽ കയറിയിട്ട് ആട് മൂത്രിച്ചാൽ ചോദ്യം ചെയ്യാൻ പറ്റില്ല, ആടിനടിക്കാൻ പറ്റില്ല. മനുഷ്യനാ പള്ളിയിൽ കയറ്റി മൂത്രിച്ചാൽ അടിക്കും, കോളർ പിടിച്ച് പുറത്താക്കും. ഞാനൊരു സൂചന തന്നത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മനുഷ്യനും മനുഷ്യരല്ലാത്തവർക്കും ഒരേ നിയമമല്ല. മനുഷ്യരിൽ മാത്രം അല്ലാഹു നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള വിശേഷ ബുദ്ധി, അതൊരു വലിയ ആയുധമാണ് മനുഷ്യന്റെ അമൂല്യനിധിയാണ്. അതനുസരിച്ച് മനുഷ്യർക്ക് മാത്രം അല്ലാഹു മനുഷ്യന്മാർ ദീന് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ദീന് പഠിച്ചിട്ടാണ് മനുഷ്യന്മാർ ജീവിക്കേണ്ടത്. എങ്ങനെയെന്ന് പഠിക്കാതെ അത് ജീവിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിലെ മനുഷ്യ കുടുംബത്തിലെ പ്രധാനമാകപ്പെട്ട ഭാഗമാകുന്ന വനിതകൾ, സ്ത്രീകൾ, മഹിളകൾ, അവർക്ക് ശരിയായ അറിവും വിജ്ഞാനവും വേണം. പുരുഷന്മാർ പല ഭാഗത്തേക്ക് പോകും, ബിസിനസ്സിനും കച്ചവടം, അവരുടെ ജീവിതത്തിന്റെ അധിക ഭാഗം അങ്ങനെ പോകും. അപ്പോൾ ഒരു വീട്ടിന്റെ ഭരണം അത് അല്ലാഹുവിന്റെ നിയമത്തിനോട് ഒത്തിട്ട് വന്നാൽ അത് നല്ല അല്ലാഹു പൊരുത്തപ്പെടുന്ന കുടുംബമായിട്ട് മാറും. അതുകൊണ്ട് വനിതകൾക്ക്, സ്ത്രീകൾക്ക് ആവശ്യമായ ധാരാളം കിട്ടിക്കൊണ്ടിരിക്കണം. അവരെ സുസംസ്കൃതരായിരിക്കുന്ന വനിതകളായിട്ട് വാർത്തെടുക്കണം. അത് ഒരു വീട്ടിന്റെ സൗന്ദര്യമാണ്, വീട്ടിന്റെ സമാധാനമാണ്. വീടും വീട്ടുകാരും സമാധാനമായ നാട്ടിനും സന്തോഷവും സമാധാനവും ആണ്. ഈ ലക്ഷ്യത്തിലാണ് നമ്മുടെ ഈ താജുൽ ഉലമ ഫൗണ്ടേഷന്റെ കീഴിൽ വനിതാ ശരീഅത്ത് കോളേജ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ പ്രിൻസിപ്പാൾ സ്ഥാപനത്തിന്റെ മധ്യനെടുക്ക ഉസ്താദ് പറഞ്ഞ പോലെ അൽഹംദുലില്ലാഹ് വലിയ സാമ്പത്തികമായിട്ടൊരു വരുമാനവും ഇല്ലാതെ മറ്റുള്ള വലിയ വലിയ സ്ഥാപനത്തിലേക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും, എല്ലായിടത്തും കമ്മിറ്റി ഉണ്ടാവും, എല്ലാത്തും വരുമാനങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും വലിയ കൊട്ടിഘോഷിക്കലൊന്നും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഇല്ലാതെ സിമ്പിളായിട്ട് അല്ലാഹുവിന്റെ ദീന് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, അതാ വലിയ പേരും പെരുമയുമല്ല ലക്ഷ്യം. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനം അൽഹംദുലില്ലാഹ് 11ാം വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്, റാഹത്തുണ്ട്. നമ്മുടെ നാട്ടിലെ പരിസര പ്രദേശങ്ങളിലെ പ്രമാണിമാർ, ഈ സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ നേതാക്കളൊക്കെ അവരുടെ അകമഴിഞ്ഞ പിന്തുണ
നമ്മൾ പലപ്പോഴും ഓർക്കും ഒരുപാട് തിരക്കുകളുണ്ട് നമ്മുടെ നേതാക്കൾക്കൊക്കെയും. എന്നാൽ പോലും നമ്മുടെ ഏത് മീറ്റിങ്ങുകളും പേരിന് പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പോലും ചിലപ്പോൾ എത്തിപ്പെടാൻ എനിക്ക് കഴിയാറില്ലെങ്കിലും മീറ്റിങ്ങുകളൊക്കെ സജീവമായിട്ട് ഇവിടെ ഉണ്ടാവാറുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതിന് വലിയ സന്തോഷമാണ് ഞങ്ങൾക്ക്. എന്നാൽ അവരുടെയൊക്കെയും സഹായം കൊണ്ടും സഹകരണം കൊണ്ടിട്ടും സ്ഥാപനം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് നമ്മുടെ ഈ വാർഷികം. എല്ലാ വർഷവും സ്ഥലത്ത് കൊടുക്കുന്ന വലിയ പരിപാടി നടത്താൻ കഴിയോളന്നില്ല. അത് 2 വർഷത്തിലേക്കോ 3 വർഷത്തിലേക്കോ നടക്കും. എല്ലാ വർഷവും നമ്മുടെ ഈ ജലാലിയ വാർഷികം അത് നമ്മൾ ഭംഗിയായിട്ട് അൽഹംദുലില്ലാഹ് കൊണ്ടാടും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ വനിതാ ക്ലാസ് നടക്കുന്നത്. നാളെ ഇൻഷാ അല്ലാഹ് ശേഷം നമ്മുടെ ജലാലിയ അമ്പിച്ച ജലാലിയ മഹാനായ മുത്തനൂർ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കാൻ പോവുകയാണ്. അല്ലാഹു എല്ലാം ഖൈറിലും ബറക്കത്തിലും അല്ലാഹു ആക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് നീട്ടുകയല്ല സുഹൃത്തുക്കളെ, സഹോദരിമാരെ, എല്ലാവരും ഈ ക്ലാസ് ഭംഗിയാക്കി കേൾക്കണം. അനസ് അമാനി ചെറുപ്പക്കാരൻ, യുവ പണ്ഡിതൻ, ആകർഷകമാകുന്ന പ്രസംഗം, ആരുടെയും മനസ്സിന് തട്ടുന്ന പ്രസംഗം ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേൾക്കണം. ഞങ്ങള് റമദാൻ അടുത്ത് വരികയാണ്. റമദാന്റെ വിഷയം മാത്രമല്ല, മൊത്തത്തിൽ ഒരു സ്ത്രീകൾക്ക്, പെണ്ണുങ്ങൾക്ക്, പ്രത്യേകിച്ചും ഈ കാലഘട്ടം എങ്ങനത്തെന്നറിയോ? ഈ കാലഘട്ടം ഇസ്ലാമായെങ്കിലോ ഏത് മതയംഗമാവും മനുഷ്യനായെങ്കിൽ മതി എന്ന് പെണ്ണുങ്ങൾ പറയുന്ന കാലം. പെണ്ണുങ്ങൾ പറഞ്ഞത് ദൈവമുണ്ടോ എന്നൊരു പെണ്ണുങ്ങളോട് ഇപ്പൊ ചോദിച്ചാൽ ചിലർക്ക് അങ്ങനെ പറയുന്നു, ചിലർക്ക് അങ്ങനെ വിശ്വാസമുണ്ട്. വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവരിക്കട്ടെ. ഇങ്ങനെ പറയുന്ന കാലം. ആര് പറയുന്നത്? തട്ടമിട്ട ബുർക്ക ധരിച്ച പെണ്ണിനോട് ചാനൽക്കാർ ചോദിച്ചാൽ ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയുന്നു? ചില ആൾക്കാരുണ്ടെന്ന് പറയുന്നു, ചിലർക്കില്ലെന്ന് പറയുന്നു. വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ ആ പെണ്ണിന്റെ ഈമാൻ ഊരിപ്പോയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ശരിയായ ബോധവൽക്കരണം, അല്ലാഹുവിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, അല്ലാഹു ഉണ്ടോ ഇല്ലേ ചർച്ചയാണ്, സ്വർഗമുണ്ടോ ഇല്ലേ ചർച്ചയാണ്. എല്ലാം ഈമാനിന്റെ അടിവേര് ഇറക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് കാണുന്നത്. അപ്പൊ ശരിയായ ബോധത്തോടുകൂടെ അല്ലാഹു ഞങ്ങളെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ഇങ്ങനെയൊക്കെ ലോകത്ത് സംഭവിക്കുന്നതിന് അത്ഭുതമില്ല. ഖിയാമത്ത് വരുമ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കണേ. അപ്പോഴേ ദജ്ജാൽ വരാൻ പറ്റുള്ളൂ. ആ ടൈമില് നല്ല ഈമാനുള്ള സ്ഥലത്തൊന്നും ദജ്ജാൽ വരില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ഞങ്ങളെ ഈമാൻ ഞങ്ങൾ കാത്തുരക്ഷിക്കണം. അതിനാവശ്യമുള്ള ബോധവൽക്കരണം ഒരു മുഅ്മിനായ പെണ്ണിനിക്ക് എല്ലാവർക്കും, ഇത് ഇവിടെ ഇരിക്കുന്ന ഓൾഡ് സ്റ്റുഡൻസിന് മാത്രമല്ല, ഇവിടുത്തെ സ്റ്റുഡൻസിന് മാത്രമല്ല, ഒരുപാട് നൂറുകണക്കിന് പരിസര പ്രദേശത്ത് ഉമ്മമാർ സഹോദരൊക്കെ വരാനുണ്ട്. എല്ലാവും കേട്ട് ഒരു കാതിൽ കേട്ടിട്ട് മറ്റൊരു കാതിൽ വിടാനല്ല, അതെല്ലാം കേട്ട് നന്നായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ എല്ലാവരും നമ്മൾ ശ്രമിക്കണം എന്ന് ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്ഥാപനം നമ്മളെ പ്രിൻസിപ്പാൾ ഓർമ്മപ്പെടുത്തിയ പോലെ വേണ്ട പോലെ തേപ്പൊന്നും ആയിട്ടില്ല, എല്ലാം ആക്കിയുണ്ട്. ശബ്ദം ശ്രമിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടെ സർവ്വ മുഅ്മിനീങ്ങൾ, ശബ്ദം കേൾക്കുന്ന സർവ്വ സഹോദരന്മാർ മുഴുവനും സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാവിധ സഹായം നിങ്ങൾ എല്ലാവിധം നിങ്ങൾ ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാലം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം പഴച്ചു വരിക്കുന്ന കാലം. മുടിപ്പ് പരിസരങ്ങളിൽ ചുറ്റുപാടിലെല്ലാം വഹാബികൾ കാലുകുത്തിയിട്ടുള്ള സമയമാണ്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ വീട്ടിലെ പരിസര പ്രദേശങ്ങളിലെ വീട്ടിലെ ഉമ്മമാരെയും സഹോദരിമാരെയും പെണ്ണുങ്ങളെ നിങ്ങളെയാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. വഹാബികൾ എളുപ്പമാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വേണ്ടി ക്ലാസ് കൊടുക്കുക, അവർക്ക് വേണ്ടിയിട്ട് നല്ല ഉപദേശങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർക്ക് മാറ്റി വനിതകൾക്ക് മാറ്റി, അങ്ങനെ വീട്ടിലെ പെണ്ണുങ്ങളെ പിടിച്ചാൽ വഹാബിസം എളുപ്പത്തിൽ പ്രചരിപ്പിക്കാൻ കഴിയുമെന്നുള്ള മാർഗം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശരിയായ ബോധം നിങ്ങൾക്ക് വേണം.
ഉമ്മമാർക്ക്, സഹോദരിമാർക്ക്, പ്രത്യേകിച്ചിട്ടും അവിടുത്തെ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് നിങ്ങൾ സൂക്ഷിച്ചു വേണം. സൂചിപ്പിച്ചതുപോലെ പേപ്പട്ടിയുടെ ഭ്രാന്തൻ നായയുടെ വിഷം ആണ് എന്ന് വഹാബീസത്തെ പറ്റി, പുത്തൻവാദത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഒരു പെണ്ണിന് തട്ടിയാൽ മതി. നിങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പെണ്ണിന് വഹാബീസത്തിന്റെ ചെറിയ ഒരു വിഷം തട്ടിയാൽ അപ്പുറത്തിപ്പുറത്തുള്ള എല്ലാവർക്കും തട്ടും. അങ്ങനെ അത് പടർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ നിലയ്ക്ക് ബോധമണം ഇൻഷാ അല്ലാഹ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ച് തന്നെ നന്നായിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട മദ്രസ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ക്ലാസുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കാനുണ്ട്. സാന്ദർഭമായിട്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അറിവ് നല്ലോണം പഠിക്കണം. ധാരാളം അറിവുകൾ നിങ്ങൾ പഠിക്കണം. എല്ലാ ആളുകൾക്കും ഇൽമു പഠിക്കൽ ഫറളാണ്, നിർബന്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കൂട്ടത്തിൽ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കൊന്നും വ്യത്യാസമില്ല. ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. എല്ലാ മുസ്ലിമായ എല്ലാ ആണുങ്ങൾക്കും എല്ലാ പെണ്ണുങ്ങൾക്കും നിർബന്ധമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വിഷയവും പഠിക്കണം. നമ്മുടെ ഖൽബിന്റെ വിഷയം പഠിക്കണം, നമ്മുടെ മനസ്സിനെ കുറിച്ചുള്ള വിഷയം പഠിക്കണം. തഅല്ലം മാ അലൈക മിനൽ ലവാസിം ഫഇൽമുക ബിൽ ഇലാഹി അലൈക ലാസിം فعلمك بالعبادة والمساوي لقلبك إن علمت فأنت عالم. മഹാനായ സാഹിത്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇൽമു പഠിക്കണം. എന്തെല്ലാം പഠിക്കണം? തഅല്ലം അലൈക മിനൽ ലവാസിം ഫഇൽമുക ബിൽ ഇലാഹി അലൈക ലാസിം. ഇന്നെന്താണ് പ്രശ്നം? ഇലാഹിനെ പറ്റി പഠിക്കണം, അല്ലാഹുവിനെ പറ്റി പഠിക്കണം. അന്നും ഇത് ചിന്തിക്കലില്ല നമ്മൾ. ആ വിഷയത്തെ കുറിച്ചിട്ട് അല്ലാഹു അതിനെ കുറിച്ചിട്ട് പഠിക്കണം. ഫഇൽമുക ബിൽ ഇലാഹി അലൈക ലാസിം വഇൽമുക ബിൽ ഇബാദത്തി വൽ മസാവി ലിഖൽബിക ഇൻ അലിംത ഫഅൻത അലിം. നമ്മളൊക്കെ ബിരുദം വാങ്ങി പോകുന്നവരാണ്, വനിതകളാണ്, വനിതാ ബിരുദധാരികളാവാൻ പോകുന്നവരാണ്. ഇബാദത്തിനെ പറ്റി പഠിക്കണോ? എത്ര പഠിക്കാനുണ്ട് ഇബാദത്തിനെ പറ്റി? ധാരാളം പഠിക്കാനുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തുകൊണ്ടൊന്നും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കിതാബ് നോക്കാനുള്ള, മുതാല ചെയ്യാനുള്ള, ഫത്ഹുൽ മീന്, ഇആനത്ത്, തർശീഹ് തുടങ്ങുന്ന കിതാബുകളൊക്കെ മുതാല ചെയ്യാനുള്ള കഴിവുകൾ, സാമർത്ഥ്യങ്ങൾ ഇവിടുത്തെ വനിതകൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് കിതാബ് പോയിക്കൊണ്ടേയിരിക്കണം. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കോളേജ് ലീവ് കൊടുക്കല്ലോ, കോളേജ് ആ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോരേനെ പറ്റി കിതാബ് നോക്കണം. ഫത്ഹുൽ മീനിന്റെ ഹാഷിയ യാനത്തെടുത്ത് നോക്കണം. എല്ലാ ധാരാളം ഇൽമുകളാണ് നിങ്ങൾ അതിൽ ധാരാളം ഉണ്ട്. എന്തായാലും ലീവ് കിട്ടുക എന്ന് പറഞ്ഞെങ്കിൽ ഒരു മുതഅല്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുതഅല്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലീവ് എന്ന് പറഞ്ഞിട്ടില്ല. അവർ അങ്ങനത്തെ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നില്ല. ഇവിടെ ആയാലും കിതാബ് നോക്കും, പൊരയിലായാലും കിതാബ് നോക്കും. എപ്പോഴും നമ്മുടെ പെൺകുട്ടികളോട് പ്രത്യേകമായിട്ട് പറയുന്നു, രാത്രി കുറെ നേരം കിതാബ് നോക്കാം, കുറെ നേരം മൊബൈൽ നോക്കാനല്ല, കുറെ നേരം കിതാബുകൾ നോക്കാം, സ്വബീസ്കിച്ചിട്ട് കുറെ നേരം കിതാബ് നോക്കാം. നല്ല ഈ ആൺകുട്ടികളെ പോലല്ലേ അവർക്ക് ലീവ് കിട്ടിയെങ്കിൽ കുറെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, മാച്ച് കുറെ സംഘടിപ്പിക്കാറുണ്ട്, ടൂർണമെന്റ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ട്. പെൺകുട്ടികൾക്ക് നല്ല സൗകര്യം, ഇഷ്ടംപോലെ കിതാബ് നോക്കി പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നല്ലാണ്ട് ഇപ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് നിർത്തി എന്നിട്ട് പിന്നീട് അടുത്ത വർഷം തുടങ്ങുമ്പോൾ ആണെങ്കിൽ അത് ഇരുമ്പ് മണ്ണ് പിടിച്ച വാതിൽ എല്ലാം തൂട് പിടിച്ചിട്ടുണ്ടാവും കൽബിലേക്ക്. അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് മണ്ണ് പിടിച്ച പോലെ ആവാതിരിക്കാൻ സ്ഥിരമായി നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കണം കിതാബ്. ഇതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ ഫഇൽമുക ബിൽ ഇബാദത്തി വൽ മസാവി ലിഖൽബിക, ഖൽബിന്റെ കുറവുകൾ, ഖൽബിന്റെ അയവുകൾ, നമ്മുടെ മനസ്സിൽ എന്തെല്ലാമാണ് ദുഷിച്ച ചിന്താഗതികൾ, ദുഷിച്ച സ്വഭാവങ്ങൾ, അതൊന്നും ഈ സമയത്ത് പറയാനുള്ള വേദിയൊന്നും അതിന് പ്രത്യേകമായിട്ട് ക്ലാസ്സുകൾ വേണം. അതിനെപ്പറ്റി നമ്മൾ പഠിക്കണം, അതിന് പരിഹാരം കാണണം, അതിനെ മനസ്സ് ശുദ്ധിയാക്കാണ്ടിരിക്കുന്ന ഇൽമുകൾ വരെ തന്നെ പഠിക്കണം. അതൊക്കെ പഠിച്ചു കഴിഞ്ഞെങ്കിലാണ് നിങ്ങൾ ആലിമത്താകുന്നത്. അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഇൽമുള്ളവർ എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷ്മമായ നിലക്ക്
പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. അത് മാത്രമല്ല ഇന്നത്തെ ക്ലാസ്സിലും നന്നായിട്ട് ശ്രദ്ധിക്കണം. റമദാന്റെ വിഷയം മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അമാനിയുടെ പ്രസംഗത്തിൽ നമുക്ക് കേൾക്കാനുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹു തആല എല്ലാം കേൾക്കാനും എല്ലാം പഠിച്ചു അതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അല്ലാഹുവിന്റെ നാമത്തിൽ പരിപാടി ഉദ്ഘാടിച്ച് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.